ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഈസി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയാലോ? അതിന് ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്ത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട സാധനങ്ങളാണ് ഒരു പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു സവോള നന്നായി കൊത്തി അരിഞ്ഞതും, കുറച്ച് ചിരകിയ തേങ്ങയും, കുറച്ച് കറിവേപ്പിലയുമാണ്. ഞാനിതെല്ലാം കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. മിക്സിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഈ കൈ കൊണ്ട് മിക്സ് ചെയ്തുണ്ടാക്കുന്ന തോരൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണേ. ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഞാൻ തട്ടിപ്പൊത്തി ഒരു 2 മിനിറ്റ് വയ്ക്കുവാണ്. 2 മിനിറ്റ് ഇത് ഇരുന്ന് കഴിയുമ്പോൾ എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ട് കൊടുക്കുവാണ്. കടുകെല്ലാം ഒന്ന് പൊട്ടിത്തീരട്ടെ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഏകദേശം കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്യാരറ്റിൻ്റെ മിക്സ് അങ്ങോട്ട് വിതറി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. നന്നായിട്ടത് ഇളക്കി ആ എണ്ണയുമായിട്ട് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അതിൻ്റെ കളറും ചേഞ്ചായി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതെല്ലാം ഒന്നും കൂടെ തട്ടിപ്പൊത്തി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ ഈ തട്ടിപ്പൊത്തി വെച്ചപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നുപോയത്. ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഇത്. ഞാനതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ജീരകപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് വരും, നല്ലൊരു മണവും വരും. പിന്നെ ഈ കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ ആ കുത്തലും പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ മൂടി വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാമെന്ന് മനസ്സിലായി കാണുമല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എന്ത് ഭംഗിയാണ് അത് കാണാൻ തന്നെ അല്ലേ. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കഴിച്ചോളും. ആരും വേണ്ട എന്ന് പറയത്തില്ല ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.